ആദ്യ ചോദ്യം, പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. അടുത്തത്, ഏത് സമിതിയുടെ ശുപാർശ പ്രകാരമാണ് 1959 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത്? ഏത് സമിതിയുടെ ശുപാർശ പ്രകാരമാണ് 1959 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അശോക് മേത്ത കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം ഏത്? അശോക് മേത്ത കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി ആണ് ഉത്തരം, 1977. അശോക് മേത്ത കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം 1977. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ചത് ആര്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ചത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. വില്ലേജുകളെ ലിറ്റിൽ റിപ്പബ്ലിക്കുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വില്ലേജുകളെ ലിറ്റിൽ റിപ്പബ്ലിക്കുകൾ എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം, ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ മഹാൻ ആര്? ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ മഹാൻ ഓപ്ഷൻ സി ആണ് ഉത്തരം, മഹാത്മാഗാന്ധി. ഇന്ത്യയിൽ ആദ്യമായി നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ ഏത് സ്ഥലത്താണ്? ഇന്ത്യയിൽ ആദ്യമായി നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാജസ്ഥാനിലെ നാഗൂറിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 73ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം, 73, 74 ഭരണഘടനാ ഭേദഗതികൾക്ക് മുമ്പ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാകാതെ പോയ പഞ്ചായത്ത് രാജ് നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? കഴിഞ്ഞ മെയിൻസിന് ചോദിച്ച ചോദ്യമാണിത്. 73, 74 ഭരണഘടനാ ഭേദഗതികൾക്ക് മുൻപ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാകാതെ പോയ പഞ്ചായത്ത് രാജ് നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 64ഉം 65ഉം. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം, MN റോയ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് MN റോയ്. അടുത്ത ചോദ്യം, ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഉപയോഗിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, പശ്ചിമ ബംഗാൾ. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തതേത്? ചോദ്യം വ്യക്തമായി തന്നെ വായിക്കണം. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തതേതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1ഉം 4ഉമാണ്. ഏതൊക്കെയാണ്? ജനപ്രതിനിധി സ്ഥാനങ്ങളിലേക്ക് മാത്രം 50% സംവരണവും വനിതാ ജനപ്രതിനിധികൾക്ക് തുടർച്ചയായി 2 തവണ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവകാശം. ഇത് രണ്ടും സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തതാണ്. 2ഉം 3ഉം പ്രസ്താവന കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരുന്നതാണ്. അതുകൂടി നമുക്ക് പഠിച്ചു പോകാം. എന്തൊക്കെയാണ്? ജനപ്രതിനിധി സ്ഥാനത്തേക്കും പദവികൾക്കും 50% സംവരണം. എന്താണ്? ജനപ്രതിനിധി സ്ഥാനത്തേക്കും പദവികൾക്കും 50% സംവരണം. വനിതാ വികസനത്തിന് പ്രത്യേക ഘടക പദ്ധതി. നമ്മുടെ ചോദ്യം പരിഗണനയിൽ വരാത്തത് എന്നതായിരുന്നു. അത് 1ഉം 4ഉമാണ്. അടുത്ത ചോദ്യം, അടുത്ത കാലത്ത്
പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലേറെ വൈകി നടത്തിയ സംസ്ഥാനം ഏതാണ്? അടുത്ത കാലത്ത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലേറെ വൈകി നടത്തിയ സംസ്ഥാനം ഏത്? ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, തമിഴ്നാടാണ്. അടുത്ത ചോദ്യം, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗ്രാമസഭയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമസഭ. അടുത്ത ചോദ്യം, 1994 കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ 3-ാം പട്ടിക പ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? 1994 കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ 3-ാം പട്ടിക പ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദിച്ച ചോദ്യമാണ്. അനിവാര്യ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അർഹരായവരെ കണ്ടെത്തുക. ബാക്കിയെല്ലാം ചുമതലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? തെരുവ് വിളക്കുകൾ കത്തിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക, ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുക, കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക. ഇതെല്ലാം 1994 കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ 3-ാം പട്ടിക പ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചോദ്യം ഉൾപ്പെടാത്തത് ഏതെന്നായിരുന്നു. അത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അർഹരായവരെ കണ്ടെത്തുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് 2 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ ചേരണം. അത് തെറ്റായ പ്രസ്താവനയാണ്. അത് എത്ര മാസത്തിലൊരിക്കലാണെന്നുള്ളത് നമുക്ക് പറയാം. ആ ഒരു ചോദ്യം വരുന്നുണ്ട്. ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും സഭയാണ് ഗ്രാമസഭ. ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗ്രാമസഭയിലാണ്. അതും ശരിയാണ്. ക്വാറം തികയാത്ത ഗ്രാമസഭകൾ 2ാമത് നടത്തണം. അതും ശരിയാണ്. നമ്മളോട് ചോദിച്ചത് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയായിരുന്നു. ഇത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജില്ലാ കളക്ടർ ആണ്. ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണം എന്ന് തീരുമാനിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണം എന്ന് തീരുമാനിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഗ്രാമസഭകളുടെ അധികാരം അല്ലാത്തതേത്? താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭകളുടെ അധികാരമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. അതായത് വോട്ടർ പട്ടിക പുതുക്കുക, വാർഡിലെ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുക. ഇത് രണ്ടും ഗ്രാമസഭകളുടെ അധികാരമല്ല. ബാക്കിയുള്ള ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കുക, വികസന ആസൂത്രണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഇതെല്ലാം ഗ്രാമസഭയുടെ അധികാരത്തിൽ വരുന്നതാണ്. ചോദ്യം അധികാരമല്ലാത്തത് എന്നതായിരുന്നു. അത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. അടുത്ത ചോദ്യം, കേരളത്തിലെ ജനകീയ ആസൂത്രണ മാതൃക മറ്റ് ഇന്ത്യൻ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പദ്ധതി? കേരളത്തിലെ ജനകീയ ആസൂത്രണ മാതൃക മറ്റ് ഇന്ത്യൻ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ. ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യം, 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത്? ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ പറഞ്ഞു. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് ഓപ്ഷൻ എ ആണ് ഉത്തരം, കുറഞ്ഞ പക്ഷം 3 മാസത്തിലൊരിക്കലെങ്കിലും ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടതാണ്. എത്രയാണ്? ഗ്രാമസഭയുടെ യോഗം കുറഞ്ഞ പക്ഷം 3 മാസത്തിലൊരിക്കലെങ്കിലും ചേരേണ്ടതാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ
ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 243A. ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 243A ആണ്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമം നടപ്പിലായതെന്നാണ്? ചോദ്യം വ്യക്തമായി വായിക്കണം. കേരളത്തിൽ പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമം നടപ്പിലായത്? ഓപ്ഷൻ സി ആണ് ഉത്തരം 1995. കേരളത്തിൽ പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമം നടപ്പിലായത് 1995. പഞ്ചായത്തുകളുടെ കാലാവധി കണക്കാക്കുന്നത്? പഞ്ചായത്തുകളുടെ കാലാവധി കണക്കാക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം ആദ്യ യോഗത്തിന് നിശ്ചയിക്കപ്പെട്ട തീയതി മുതലാണ് പഞ്ചായത്തുകളുടെ കാലാവധി കണക്കാക്കുന്നത്. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ പ്രതിപാദിക്കുന്നത് എന്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്? ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം മുനിസിപ്പാലിറ്റികളെ കുറിച്ചാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏതിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ? ഓപ്ഷൻ സി ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ ആദ്യത്തെ 3 പ്രസ്താവന ശരിയാണ്. നമുക്ക് നോക്കാം. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത്വം നൽകിയത് 1992 73ാം ഭേദഗതിയിലൂടെയാണ്. ശരിയാണ്. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ 9ാം ഭാഗത്തും 11ാം പട്ടികയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ 9ാം ഭാഗത്തും 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഈ 3 പ്രസ്താവനയും ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 243K ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. തെറ്റാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243A ആണ്. കെ അല്ല, എ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത്വം നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ഇപ്പോൾ ആചരിക്കുന്നത് ഏപ്രിൽ 24ാം തീയതിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ സി ആണ് ഉത്തരം 40. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം 1993 ഏപ്രിൽ 24. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ 24. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം നരസിംഹറാവു. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷമാണ്? പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 5 വർഷം. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എത്രാമത്തെ ഭാഗമാണ്?
ഓപ്ഷൻ എ ആണ് ഉത്തരം. ഭാഗം 9 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായം. ചോദ്യം വ്യക്തമായി വായിക്കണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 21 വയസ്സ്. പഞ്ചായത്തുകളുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പഞ്ചായത്തുകളുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 243 പഞ്ചായത്തുകളുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243 ആണ്. മുനിസിപ്പാലിറ്റികളെ നിർവചിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? മുനിസിപ്പാലിറ്റികളെ നിർവചിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 243 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9B എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9B എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സഹകരണ സ്ഥാപനങ്ങൾ. അടുത്ത ചോദ്യം. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗ്രാമസഭയിലാണ്. ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ്. താലൂക്കാണ്. ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത് താലൂക്ക്. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ചോദ്യം വ്യക്തമായി വായിക്കണം. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. PK തുങ്കൻ. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 73. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73 പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചുവടെ പറയുന്നവരിൽ ആരാണ്? പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 21 വയസ്സ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമായ ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമായ ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമായ ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. അടുത്ത ചോദ്യം. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. AK ആന്റണി. കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ഏത് വർഷമാണ്? തൊട്ടുമുമ്പ് നമ്മൾ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് പറഞ്ഞു. അടുത്തത് കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ഏത് വർഷം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1994 ഏപ്രിൽ 23. കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള തലമേത്? ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള തലം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗ്രാമപഞ്ചായത്ത്. കേരള പഞ്ചായത്ത് രാജ് ദിനം എന്ന് നമ്മൾ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം പറഞ്ഞു എന്നായിരുന്നു? ഏപ്രിൽ 24 കേരള പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഫെബ്രുവരി 19 പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. ചോദിച്ച ചോദ്യമാണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അശോക് മേത്ത, ബൽവന്ത് റായ് മേത്ത. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്
നിയമസാധുത നൽകിയ കമ്മിറ്റി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, PK തുങ്കൻ കമ്മിറ്റി. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന വർഷം? കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1995. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമം ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമം? ഓപ്ഷൻ എ ആണ് ഉത്തരം, പഞ്ചായത്ത് രാജ് നിയമം. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, LM സിംഗ്വി കമ്മിറ്റി. ഭരണഘടനയുടെ 40ാം അനുച്ഛേദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയുടെ 40ാം അനുച്ഛേദം? ഓപ്ഷൻ സി ആണ് ഉത്തരം, വില്ലേജ് പഞ്ചായത്ത്. കേരള മോഡൽ വികസനത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസില് കേരള മോഡൽ വികസനത്തിന്റെ സവിശേഷതയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഉയർന്ന പ്രതിശീർഷ വരുമാനം, ബാക്കിയുള്ള കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, ഉയർന്ന സാക്ഷരത, ഇതെല്ലാം കേരള മോഡൽ വികസനത്തിന്റെ സവിശേഷതകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലയിൽ ഉൾപ്പെടാത്ത കാര്യമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും കോർഡിനേഷനും. ഈ ഒരു കാര്യം ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലയിൽ ഉൾപ്പെടാത്തതാണ്. ബാക്കിയുള്ളതെല്ലാം, അതായത് ഭക്ഷ്യവിൽപ്പന സ്ഥാപനങ്ങളുടെ ലൈസൻസ് നൽകൽ, കശാപ്പുശാലകളുടെ നടത്തിപ്പ്, മേളകളും ഉത്സവങ്ങളും നിയന്ത്രിക്കുക, ഇവയെല്ലാം ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലകളാണ്. ജനകീയ ആസൂത്രണം ആരംഭിച്ച വർഷം ഏത്? ജനകീയ ആസൂത്രണം ആരംഭിച്ച വർഷം? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1996. ജനകീയ ആസൂത്രണം ആരംഭിച്ച വർഷം 1996. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗമേത്? അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജനകീയ ആസൂത്രണമാണ്. ഏറ്റവും മികച്ച പഞ്ചായത്തിന് നൽകുന്ന അവാർഡ് ഏത്? ഏറ്റവും മികച്ച പഞ്ചായത്തിന് നൽകുന്ന അവാർഡ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സ്വരാജ് ട്രോഫി. താഴെ പറയുന്നവയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയിൽ വരാത്ത വസ്തുത ഏത്? താഴെ പറയുന്നവയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയിൽ വരാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കശാപ്പുശാലകളുടെ നടത്തിപ്പ്. അത് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിൽ വരുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള ഹൈസ്കൂളുകളുടെയും UP സ്കൂളുകളുടെയും നിയന്ത്രണവും മേൽനോട്ടവും, അനാഥാലയങ്ങൾക്ക് ഗ്രാന്റ് നൽകൽ, ഗ്രന്ഥശാല സംഘങ്ങളുടെ നിയന്ത്രണവും പ്രോത്സാഹനവും, ഇവയെല്ലാം ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം അതേതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സേവനാവകാശ നിയമമാണ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2012 നവംബർ 1. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏത്? ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, നിർമ്മൽ ഗ്രാമ പുരസ്കാരം. ഇന്ത്യയിൽ നഗരത്തിന്റെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ നഗരത്തിന്റെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മേയറാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ആര്? ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജില്ലാ ആസൂത്രണ സമിതിയാണ് അംഗീകാരം നൽകുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചുമതലയല്ലാത്ത കാര്യം ഏത്? ഗ്രാമപഞ്ചായത്തുകളിലെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചുമതലയല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വസ്തുനികുതി പിരിക്കുക. അത് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചുമതലയല്ല. ബാക്കിയുള്ള പദ്ധതി ആസൂത്രണത്തിന് നേതൃത്വം നൽകുക, പ്രൊജക്ടുകൾ എഴുതി തയ്യാറാക്കുക, അവസ്ഥാരേഖ അല്ലെങ്കിൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കുക, ഇവയെല്ലാം വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചുമതലകളാണ്.
താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നത് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം ഉൾപ്പെട്ട സമിതിയാണ്. ഇത് തെറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ വനിതാ വികസന പദ്ധതികളുടെ നേതൃത്വം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ്. വികസന പദ്ധതികളുടെ ആകെ ആസൂത്രണ ഉത്തരവാദിത്തം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ്. ഗ്രാമസഭ എന്നത് ഭരണഘടനാപരമായ ഒരു വേദിയാണ്. ഓപ്ഷൻ സി ആയിരുന്നു തെറ്റായ പ്രസ്താവന. ബാക്കിയുള്ളതെല്ലാം ശരിയായ കാര്യങ്ങളാണ്. കേരളത്തിലെ വനിതാ ഘടക പദ്ധതിയെ സംബന്ധിച്ച് പ്രസക്തമല്ലാത്തത് ഏത്? കേരളത്തിലെ വനിതാ ഘടക പദ്ധതിയെ സംബന്ധിച്ച് പ്രസക്തമല്ലാത്ത വസ്തുത ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3ഉം 4ഉം പ്രസക്തമല്ലാത്ത കാര്യങ്ങളാണ്. അതായത് പൊതു ആവശ്യങ്ങൾ കൂടി അനിവാര്യ ഘട്ടത്തിൽ വനിതാ ഘടക പദ്ധതി പണം വിനിയോഗിക്കാം. അത് തെറ്റാണ്. വനിതാ ഘടക പദ്ധതി തയ്യാറാക്കേണ്ടത് ICDS സൂപ്പർവൈസറാണ്. അതും തെറ്റാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 10% പദ്ധതി വിഹിതം മാറ്റിവെക്കണം. സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കണം ഈ പണം ഉപയോഗിക്കേണ്ടത്. താഴെ പറയുന്നവയിൽ ബാധകമല്ലാത്തതേത്? ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ സംബന്ധിച്ച് ബാധകമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ്. പൊതുമരാമത്ത്. ബാക്കി വരുന്നതാണ് വികസനം, ക്ഷേമകാര്യം, ധനകാര്യം. ഇവയെല്ലാം ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? വികസനം, ക്ഷേമകാര്യം, ധനകാര്യം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? ഓപ്ഷൻ എ ആണ് ഉത്തരം. റിപ്പൺ പ്രഭു. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാര്? കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി ഓപ്ഷൻ ബി ആണ് ഉത്തരം. മേയറാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഓപ്ഷൻ ബി ആണ് ഉത്തരം. മലപ്പുറമാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? അറിയുന്നവർ കമന്റ് ചെയ്യുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കില എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തൃശ്ശൂരിലാണ് കില സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് മുനിസിപ്പൽ സ്ഥാപനങ്ങളിലെ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചെയർമാൻ ആരായിരിക്കും? പഞ്ചായത്ത് മുനിസിപ്പൽ സ്ഥാപനങ്ങളിലെ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചെയർമാൻ ആരായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭരണസമിതി മെമ്പർ ആയിരിക്കും. കോർപ്പറേഷൻ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 21 വയസ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്കുള്ള സംവരണം എത്രയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്കുള്ള സംവരണം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 50%. കേരളത്തിലെ കാര്യമാണ്. 50%. മുനിസിപ്പാലിറ്റികളിൽ നിർവചിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? മുനിസിപ്പാലിറ്റികളിൽ നിർവചിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ എ ആണ് ഉത്തരം. 243 ആണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകൾക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും എക്സാം എളുപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.